The Song of Songs by Swapna Datta. Slowly, gently, the exhausted musician laid his tambura on the carpet. അപ്പോൾ പതുക്കെ ആ ഒരു മ്യൂസീഷ്യൻ ആളുടെ തമ്പുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിലെ കാർപ്പറ്റിൽ വെച്ചു. The exquisite strains of Rag Darbari still vibrated within the hall. ആ ഹാളില് ആ ഒരു രാഗം ദർബാരി രാഗത്തിന്റെ ആ ഒരു മുഴക്കം ഇപ്പോഴും ആ ഒരു ഹാളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. Emperor Akbar looked up, his eyes lit with admiration. ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് അക്ബർ ചക്രവർത്തി ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ നോക്കി. Wonderful, he said. Superb. I listen to you every day, but I can't seem to have enough. ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ഒരു മ്യൂസിക് കേൾക്കാറുണ്ട്, എനിക്കത് മതിയാവാറില്ല എന്നാ പറയുന്നത്. Tansen, the musician, bowed in silent gratitude. I think you have the most wonderful voice in the world. അക്ബർ ചക്രവർത്തി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ശബ്ദം ഈ ഒരു ലോകത്തിൽ തന്നെ നിങ്ങൾക്കാണ് ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എന്നാണ് പറഞ്ഞത്. But I don't. Shahenshah, said Tansen with a smile. There is somebody who sings far better than. അപ്പോൾ ഞാനല്ല, വേറെ ആരോ ഉണ്ട് അല്ലെ, എന്നെക്കാട്ടിലും നന്നായിട്ട് പാടുന്ന ഒരാളുണ്ട് എന്നാണ് പറയുന്നത്. Really? cried the disbelieving Akbar. Then I must have him sing in my court. Can you arrange it? ശരിക്കും? അക്ബർ ചക്രവർത്തിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സോ എന്തായാലും അയാളെ എൻ്റെ ഈ കൊട്ടാരത്തിൽ വരുത്തണം. നിങ്ങൾക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ടാൻസനോട് ചോദിച്ചു. Tansen shook his head. I am afraid he will not come. Sure. ടാൻസൻ തല കുലുക്കി. എന്താ പറഞ്ഞ? ആള് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. What? Not even if he hears that the emperor himself summoned him? അതായത് എംപറർ വിളിച്ചാൽ, രാജാവ് ചക്രവർത്തി വിളിച്ചാൽ പോലും ആള് വരില്ലേ എന്ന് ചോദിച്ചു. No, not even then. അപ്പോൾ ടാൻസൻ പറഞ്ഞു no. This reply would have enraged any other emperor, but Akbar was different. Very well, Ustadji, said Akbar, smiling into Tansen's half-scared eyes. If he does not come, I shall go to him myself. Will you take me to him? അക്ബർ ചക്രവർത്തി എന്താ പറഞ്ഞ? ഓക്കെ, ഇനി ആള് ഇങ്ങോട്ട് വരില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോവും, ആളിനെ കാണാൻ വേണ്ടി പോവും. നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു. ദിസ് റിപ്ലൈ വുഡ് ഹാവ് എൻറേജ്ഡ്. ഓക്കെ, ഈ ഒരു മറുപടി, അതായത് എംപറർ വിളിച്ചാൽ പോലും വരില്ല എന്നുള്ള ഒരു മറുപടി ശരിക്കും എല്ലാ ചക്രവർത്തിമാരനെയും ദേഷ്യപ്പെടുത്തുന്നതാണ് അല്ലേ? പക്ഷേ അക്ബർ ചക്രവർത്തി എന്താ പറഞ്ഞത്? ഐ ഷാൾ ഗോ ടു ഹിം മൈസെൽഫ്. വിൽ യു ടേക്ക് മീ ടു ഹിം? അയാളുടെ അടുത്തേക്ക്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു. യെസ് സർ, പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. യെസ്, ഞാൻ കൊണ്ടുപോകാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു എംപറർ ആയിട്ട് വരരുത്. ഐ ഷാൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ശരി, ഞാൻ മ്യൂസിക്കിന് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് പോവാം എന്ന് പറഞ്ഞു. Sant Haridas was the man Tansen had spoken of. ടാൻസൻ പറഞ്ഞത് ആരിനെ കുറിച്ചിട്ടായിരുന്നു? സെന്റ് ഹരിദാസ്. He had been Tansen's music teacher and he lived the austere life of a hermit. അതായത് ടാൻസന്റെ മ്യൂസിക് ടീച്ചർ ആയിരുന്നു ഈ സാന്റ് ഹരിദാസ് എന്ന് പറഞ്ഞ ആള്. He lived the austere life of a hermit. ഒരു ചെതലിന്റെ പോലെയായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. When Tansen and the emperor reached his hut, he was busy with his daily chores. സാധാ ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളിലുള്ള മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. When they asked him to sing, he smiled but said firmly, I am long past the age for singing.
അപ്പോൾ ഒന്ന് പാടാൻ മ്യൂസിക് ഒന്ന് പാടാൻ പറഞ്ഞപ്പോൾ, ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടാൻ പറഞ്ഞപ്പോൾ, ഐ എം ലോങ് പാസ് ദ ഏജ് ഓഫ് സിംഗിങ്, എനിക്ക് നല്ല പ്രായമുണ്ട്, എനിക്കത് പാടാൻ പറ്റുന്ന തോന്നുന്നില്ല എന്നാണ് ഈ ഒരു സൻ ഹരിദാസ് പറഞ്ഞത്. Even his favorite pupil could not persuade him to change his mind. അത്ര ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് പോലും ആളുടെ മനസ്സ് മാറ്റാൻ പറ്റിയിരുന്നില്ല. But Tansen knew how to get round him. He offered to sing before his guru and he made a deliberate mistake. അപ്പോൾ ടാൻസൺ എന്ത് ചെയ്തു? ടാൻസന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ പറ്റുക അറിയായിരുന്നു. എന്താണ്? ഹി ഓഫേർഡ്, അതായത് ടാൻസൺ ഒരു പാട്ട് പാടി ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി. That's not the right note, Tansen, cried his teacher, amazed. What has happened to you? അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? ഇത് ഇങ്ങനെയല്ല പാടേണ്ടത്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ടാൻസനോട് ചോദിച്ചു. ടാൻസൻ did not seem to understand his teacher and he made the same mistake again. ടാൻസൻ അത് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും ആ മിസ്റ്റേക്ക് ആവർത്തിച്ചു. Exasperated, San Haridas took the tambura from Tansen's hand and sang the right note. Then he went on to the next and next. ടാൻസന്റെ കയ്യിൽ നിന്ന് തമ്പുര മേടിച്ചിട്ട് വീണ്ടും കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു റൈറ്റ് നോട്ട്, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു നോട്ട് പാടി അങ്ങനെ ഓരോന്നും ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ഓരോന്നും പാടാൻ തുടങ്ങി. The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. ആ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത്രയും ആ ഒരു സ്മെൽ, ഒരു ഫ്രാഗ്രൻസ് ഓഫ് സ്മെൽ, ആ ഒരു ജാസ്മിൻ്റെ ഒക്കെ സ്മെല്ല് ഉള്ള പോലെ തോന്നി. Both Akbar and Tansen listened to him as if they were hypnotized, and the emperor realized that Tansen had spoken the truth. ശരിക്കും എംപററും അതായത് അക്ബർ ചക്രവർത്തിയും ടാൻസനും ശരിക്കും അവർ ഹിപ്നോട്ടൈസ് ആയ പോലെ തോന്നി. ടാൻസൻ കറക്റ്റ് ആണ്, ശരിക്കും പറഞ്ഞത് തന്നെയാണ് എന്ന് അപ്പോഴാണ് എംപററിന് മനസ്സിലായത്. He had not known that music could be like this. He had certainly never heard anything like it before. ഇതേപോലെ ഒരു മ്യൂസിക് അക്ബർ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. And they walked back. Emperor suddenly broke the silence to ask Tansen, why can't you sing like him, Ustadji? തിരിച്ചു നടന്നു പോകുമ്പോൾ ടാൻസനോട് എംപറർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തായി ഇദ്ദേഹത്തെ പോലെ പാടാൻ പറ്റാത്തത്? ടാൻസൻ smiled. Shahinshah, I sing at your command, the command of the emperor of the Hindustan, but Guruji sings for the one who is the king of kings. His music springs from the depths of his soul, free and unasked for. How can my music hope to reach those heights? അപ്പൊ ടാൻസൻ എന്താ പറഞ്ഞത്? ഞാൻ പാടുന്നത് അങ്ങയുടെ ഒരു ഉത്തരവിന്റെ ബലത്തിലാണ് ഞാൻ പാടുന്നത്. പക്ഷെ ഗുരുജി ആർക്കു വേണ്ടിയിട്ടുമല്ല പാടുന്നത്, അവരുടെ ആ ഒരു ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു മ്യൂസിക് അനുസരിച്ചാണ് അദ്ദേഹം പാടുന്നത്. അപ്പോൾ എൻ്റെ മ്യൂസിക് എങ്ങനെയാണ് അത്രത്തോളം ഉയരത്തിലെത്താൻ പറ്റുക എന്നുള്ളതാണ് ടാൻസൻ അക്ബർ ചക്രവർത്തിയോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറി എൻട്രി നോക്കൂ. Today I was very sad. My best friend Jodi did not speak to me. Felt she was rude. Wanted to talk to her when we met in the library. At the library, she refused. Asked about it. Anything she said was a yes or no. Tried to crack jokes and cheer her up, but she remained silent. Something had gone wrong with her. Mathematics teacher even scolded her for not answering her questions. Found out the reason in the evening. Her dogs had attacked her favorite kitty. Poor thing. അപ്പോൾ ലെറ്റ്സ് ഡിസ്കസ് ദി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് എ ഡയറി എൻട്രി. ഒരു ഡയറി എൻട്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? യെസ്, ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, 6 ജാനുവരി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ? എങ്ങനെയാണ് ഒരു ഡയറി എൻട്രി ഓപ്പൺ ചെയ്തിട്ടുള്ളത്? അന്നത്തെ ഒരു മൂഡിനനുസരിച്ചിട്ടാണ് അല്ലേ. ടുഡേ ഐ വാസ് വെരി സാഡ് അല്ലെങ്കിൽ ഐ വാസ് വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡയറി തുടങ്ങേണ്ടത്.
What can you say about the sentences used in the diary? എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്? സെന്റൻസസ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? What are the feelings expressed in diary? എന്തൊക്കെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്? ഹാപ്പിനെസ് ആണോ, സോറോ ആണോ, എക്സൈറ്റ്മെന്റ് ആണോ? പിന്നെന്താ, വാട്ട് ഇൻഡിക്കേഷൻ ഓഫ് ടൈം ഡു യു ഗെറ്റ് ഫ്രം ദി ഡയറി എൻട്രി? എപ്പോൾ നടന്ന സംഭവത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് എന്നതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എ ഡയറി എൻട്രി ഈസ് എ റെക്കോർഡ് ഓഫ് എ പേഴ്സണൽ തോട്ട് ഓർ ഫീലിംഗ്. അതായത് ഡയറി എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ തോട്ട് എന്ന് വരുന്ന തോട്ടും ഫീലിങ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുന്നതാണ്. ഒരാളുടെ ഓഫ് എ പേഴ്സൺ, ഒരു പേഴ്സണിന്റെ ഫീലിങ്സും തോട്ട്സ് ഒക്കെ വെച്ച് എഴുതുന്നതാണ് ഒരു ഡയറി എൻട്രി. വി യൂഷ്വലി റൈറ്റ് ഷോർട്ട് സിമ്പിൾ സെന്റൻസസ് ഇൻക്ലൂഡിങ് ഫ്രാഗ്മെന്റ്സ്. അതായത് ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് വെച്ചിട്ടാണ് ഡയറി എൻട്രി എഴുതുന്നത്. Study the following diary entry carefully, identify its features and write them down the table. അപ്പോൾ ഇവിടെ ഒരു സാമുവൽ പെപ്പീസ് ഡയറി കൊടുത്തിട്ടുണ്ട്. 5th up, being very cold and great snow. ഓപ്പണിംഗ് അല്ലെ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, 5th. ഓപ്പണിംഗ് എന്താ കൊടുത്തിട്ടുള്ളത്? അപ്പൊ എന്താണ് ഓപ്പണിംഗിൽ പറയുന്നത്? അപ്പ് ഇറ്റ് ബീങ് എ വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ. നല്ല തണുപ്പും നല്ല സ്നോ ഉള്ള ഒരു ദിവസം അല്ലെ. ഫീലിങ്സ് എക്സ്പ്രസ്, എന്തൊക്കെ ഫീലിങ്സ് ആണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? ആംഗ്രി അല്ലെ, ആംഗ്രി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യം നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്ലോസിംഗില് ലേറ്റ് ഹോം ടു ബെഡ് അല്ലെ, ബെഡിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ലാസ്റ്റ് എങ്ങനെയാണോ ആ ദിവസം അവസാനിച്ചത് ആ ഒരു ദിവസത്തെ ഹോം ടു സപ്പർ ആൻഡ് ദെൻ ടു ഓഫീസ് അഗെയിൻ ആൻഡ് ദെൻ ലേറ്റ് ഹോം ടു ബെഡ്, അതുവരെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ ആയിരിക്കണം ഒരു ഡയറി എൻട്രി. After returning home, Tansen writes about the ecstatic moments he had enjoyed that day. ആ ദിവസങ്ങളിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കുകയാണ്. ഹി റെക്കോർഡ്സ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. എന്തൊക്കെ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് ആള് ഈ ഒരു ഡയറി എൻട്രിയിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അതിൽ എഴുതുകയാണ്. അപ്പോൾ ഡേറ്റ് ഇടുക. അതുപോലെ തന്നെ ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എംപറർ അക്ബർ admired me that I had wonderful voice. He asked me He said me that I am the best musician in the world, but I said that there is one person who sings more beautifully than me. He wanted to see him, so I went with him to my teacher, but he did not sing for us. I got an idea that I sing before him by making mistake deliberately. He corrected it by singing himself note by note. It was a wonderful experience. We enjoyed a lot. Okay, ഇതേപോലെ നിങ്ങളും ഒരു ഡയറി എൻട്രി എഴുതി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ആക്ടിവിറ്റീസ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.